ഹേ ഗായ്സ്, നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാം. അത് വേറെ എവിടെയല്ല, ഒരു കർക്കിടക ചികിത്സയ്ക്ക്. കുറേ കാലം കൊണ്ട് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് സാറ്റർഡേ പോവാമെന്ന് വിചാരിച്ചു. നമുക്ക് കിട്ടിയ സ്ലോട്ട് 1 മണിയുടേതാണ്. അപ്പം ആദ്യം നമുക്ക് റെഡിയാവാം. ശരി, അങ്ങനെ റെഡിയായി കഴിഞ്ഞു. പിന്നെ അവർ നമ്മളോട് ഓൾറെഡി ഇതാ ടവലും സോപ്പും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ, അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോയത്. ചേട്ടൻ ഇങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ സ്ഥലത്തെത്തി. ഹോസ്പിറ്റലിൻ്റെ പേര് വരുന്നത് ചേന്നലയത്ത് എന്നാണ്. അപ്പോൾ കറക്റ്റ് 1 മണിയായപ്പോഴെത്തി. അതുകൊണ്ട് തന്നെ അവർ വന്നപ്പോഴേ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തു. ഇത് ഹോസ്പിറ്റലിൻ്റെ അകത്തെ ഒരു വ്യൂ ആണ്. ഇത് നല്ല രസമാണ്, നല്ല പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് തോന്നും. എന്താ പറയുക, നല്ലൊരു ഫ്രഷ് എയറും നല്ലപോലെ സൺലൈറ്റൊക്കെ അടിച്ച് ഒരു ആയുർവേദത്തിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അടിപൊളിയായിരുന്നു. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ പോസിറ്റിവിറ്റി അറിയാനുണ്ടായിരുന്നു. നമ്മുടെ BP കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ റൂം വരുന്നത്. ഇതാ എണ്ണത്തോണിയും കിഴിയൊക്കെ ഉണ്ട്. ഒരു കാര്യം ഫസ്റ്റേ പറയാം, നമുക്ക് ഈ ചികിത്സയ്ക്ക് ഇരിക്കുമ്പോൾ ഫുള്ള് നേക്കഡായിട്ട് വേണം ഇരിക്കാൻ. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിലൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തതെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലതാ ഇവിടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു. അവരെനിക്ക് വീഡിയോ എല്ലാം എടുത്തു തന്നെ എന്നോട് കുറേ നേരം നല്ലപോലെ സംസാരിച്ചു. ഇവരെന്നെ ഒട്ടും ബോറടിപ്പിച്ചില്ല. പിന്നെ മസാജിൻ്റെ കാര്യമാണെങ്കിലും അടിപൊളി, ഒരു രക്ഷയില്ല. ഹെഡ് മസാജും ഫേസ് മസാജും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല റിലാക്സേഷനാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാവരും ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹെയർ മാസ്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ആ എണ്ണത്തോണിയിലൊക്കെ കിടത്തി നമുക്ക് നല്ല പോലെ ഫേസ് മസാജ് ചെയ്ത് തരും. എന്റെടാ എന്തൊരു റിലാക്സേഷനാണെന്നറിയോ, നമുക്ക് ഭയങ്കര കൂളിംഗ് ഫീലൊക്കെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നെ നേരെ സ്റ്റീമറിൽ കയറ്റി. ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്ന ഡോക്ടർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോഡി സ്ക്രബും ബോഡി പാക്കും ഒക്കെ ഉണ്ട്. എനിക്ക് എല്ലാ വീഡിയോ എടുത്തു തന്നത് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. ഇതായിരുന്നു ലാസ്റ്റ് പ്രൊസീജിയർ. അത് കഴിഞ്ഞ് കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. നമുക്ക് തലയിലൊഴിക്കാൻ ഒരു നെല്ലിക്ക വെള്ളം കൂടെ അവർ തരും. ഈ കുളിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ രാസനാദിപ്പൊടിയും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. ഞാനെടുത്ത പാക്കേജ് പറയാൻ മറന്നു. ഞാൻ 2900 പാക്കേജ് ആയിരുന്നു എടുത്തത്. അതിൽ ഫേസ് മസാജ്, ഹെഡ് മസാജ്, ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റാണ്. ഇതാ പുറത്തെ കാഴ്ച. ഭയങ്കര കൂളിംഗ് ആട്ടോ ഇവിടെ, നല്ല കാറ്റും ഭയങ്കര ശാന്തമായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും കൂടെ ഒരു കടയിൽ കയറി. തൊട്ടടുത്ത് തന്നെ അമ്മ ഒരു ഊണും ഞാനൊരു ബിരിയാണിയാണ് പറഞ്ഞത്. ഇവിടുത്തെ കല്യാണ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ദൂരെ നിന്നൊക്കെ ഇവിടെ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കാറുണ്ട്. അനിഴം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടുത്തെ ചേച്ചിയുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം വൈറലായതാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വന്ന് കഴിച്ചതാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. ഈ ചേട്ടനോ ഹോട്ടലിൽ നിന്ന് നമ്മളോട് ഫുഡ് കഴിക്കാനുണ്ടായിരുന്ന ഫുഡ് പോലും കഴിക്കാതെ നമ്മളെ കൊണ്ടാക്കാൻ വന്നത്. ഇന്ന് ഞങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതായിട്ടുള്ള ആൾക്കാരെല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ശരീരത്തിൻ്റെയൊക്കെ വെയിറ്റ് ഒക്കെ അങ്ങ് നല്ലപോലെ കുറഞ്ഞ് നീരൊക്കെ അങ്ങ് പോയതുപോലെ തലയ്ക്കൊക്കെ ഒരു ആശ്വാസം. ഇനി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. അപ്പോൾ ഇത് അമ്മയുടെ റെസ്പോൺസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.